ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലിയൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ഇവനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് അഹാന കൃഷ്ണയുടെ ഗ്രാൻഡ് മദറിൻ്റെ വീഡിയോ. റീസെൻ്റ്ലി പുള്ളിക്കാരുടെ ഗ്രാൻഡ് മദർ ഒരു വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പുള്ളിക്കാരെ നോക്കാൻ ആരുമില്ല, മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ടൈപ്പ് ഒരു ബേസിക്കലി വീഡിയോ ആണ് ഇട്ടത്. അതിനുശേഷം കാനഡയിൽ നിന്ന് പുള്ളിക്കാരുടെ കസിൻ, അതായത് തൻവി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കസിനാണ് ഇപ്പോൾ അമ്മമ്മയെ നോക്കാനായിട്ട് കാനഡയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം. നിലവിൽ എന്തായാലും അഹാന കൃഷ്ണ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ബേസിക്കലി പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരുടെ സൈഡ് പുള്ളിക്കാരി ക്ലിയർ ചെയ്യുന്നു, പുള്ളിക്കാരുടെ അമ്മയുടെ സൈഡ് പുള്ളിക്കാരി ക്ലിയർ ചെയ്യുന്നു. ബേസിക്കലി പുള്ളിക്കാരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ അമ്മ ഇതേപോലെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു റൂഡ് സ്വഭാവമാണ്. പുള്ളിക്കാരി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആളല്ല. പിന്നെ പുള്ളിക്കാരി ഇതേപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ്. പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ്. ഈ താൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരിയുടെ വീഡിയോയിൽ ബേസിക്കലി പറയുന്നത്. എന്തായാലും ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഈ അമ്മച്ചി പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ കാണുന്നതിന് മുന്നേ അഹാനയുടെ ആ ക്ലിപ്പ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്നുമല്ല, എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം വി വർ ഫിഗറിങ് ഔട്ട് ആർ ലൈഫ്. വി നെവർ thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷെ having said that, my grandfather was always a very good grandparent. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ somebody we miss, somebody who should not probably have left so soon. പക്ഷേ my grandmother was always a problematic person. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും. പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി forgive ചെയ്ത് കളയും. അമ്മൂമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മൂമ്മയല്ലേ, അതൊപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വി ടേക്കിംഗ് ദം ടു സോ മെനി കൺട്രീസ്. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ദുബായി പോയപ്പോൾ ഞാനും അമ്മയും പറയുക. യെസ്, ഇന്നത്തെ ബേസിക്കലി ഹാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് പുള്ളിക്കാരുടെ ഗ്രാൻഡ് മദർ അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പുള്ളിക്കാരി അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ആളല്ല. ഹോംനെസ്സിനെ വെച്ചാലും ഇതേപോലെ പുള്ളിക്കാരി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ബേസിക്കലി ആ വീഡിയോയിൽ മൊത്തം പറയുന്നത്. ഗ്രാൻഡ് ഫാദർ കുഴപ്പമില്ല, പുള്ളിക്കാരൻ ഭയങ്കര സ്നേഹമുള്ള ആളാണെന്നൊക്കെ പുള്ളിക്കാരി ഇന്നത്തെ എടുത്ത് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദറാണ് പ്രശ്നക്കാരി എന്ന് പറയുന്നത്. എന്നിട്ട് താൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ വീഡിയോ കണ്ടതിന് ശേഷം പുള്ളിക്കാരുടെ ഗ്രാൻഡ് മദറായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാം. പറഞ്ഞോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. യെസ്, ഇന്നത്തെ പുള്ളിക്കാരി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ അപ്പൂപ്പൻ്റെ കാര്യം, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പുള്ളിക്കാരി അവരെ നോക്കിക്കൊണ്ടിരുന്നത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ പുള്ളിക്കാരുടെ കാര്യത്തിൽ നോക്കുന്നില്ലെന്നാണ് ബേസിക്കലി അമ്മമ്മ വീഡിയോ പറയുന്നത്. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ. യെസ്, ഇന്നത്തെ പുള്ളിക്കാരി പറയുന്നുണ്ട് 3 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ എൻ്റെ നോക്കിയിട്ടുണ്ട്, അതിന് ശേഷം നോക്കിയിട്ടില്ല. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യം അങ്ങനെയല്ല. അപ്പൂപ്പൻ്റെ കാര്യത്തിലെല്ലാം പുള്ളിക്കാരി അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൂപ്പനെ വലിയ കാര്യമാണ്, പക്ഷേ പുള്ളിക്കാരി കാര്യമല്ല എന്നാണ് പറയുന്നത്. ശരിക്കും അഹാനയുടെ അമ്മയുടെ അമ്മയാണ് ഇത്. എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ അമ്മൂമ്മേനെ പറയുന്നത് അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ. യെസ്, ഈ അമ്മച്ചി പ്രത്യേകം പറയുന്നുണ്ട്, ഈ ബാക്കിയുള്ള ഓസിയും മറ്റേ ഹൻസികയും ബാക്കിയുള്ളവരൊന്നും ഇഷാനിയും ഒന്നും വലിയ വേറെ പ്രശ്നക്കാരൊന്നുമില്ല, അഹാനെയാണ് പുള്ളിക്കാരി തെറി വിളിക്കുന്നതെന്നാണ് പുള്ളിക്കാരി ബേസിക്കലി പറയുന്നത്. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന് മെസ്സേജ് അയക്കുന്നതിനെ കുഴപ്പമില്ല, പക്ഷേ ഇതേപോലത്തെ മെസ്സേജ് അയക്കുന്നത് സ്വന്തം അമ്മയ്ക്കിട്ടാ. അത് ഗ്രാൻഡ് മദർ, അത് അത്യാവശ്യം പ്രായമുള്ളൊരു സ്ത്രീനെയാണ് നീന്ന് വിളിക്കുന്നത്. നൈസ്.
നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ശരിക്കും ഒരു പ്രായ ഒരു സ്ത്രീയല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ മുഷാട്ടയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആ പ്രായത്തെ ബഹുമാനിച്ചൊരു റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു. കൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അഹാന തെറി വിളിച്ചുകൊണ്ടാണ് തിരിച്ചു വിളിക്കുന്നതെന്നാണ് പുള്ളിക്കാരി ബേസിക്കലി പറയുന്നത്. ബാക്കിയുള്ള ആരും കുഴപ്പമില്ല. അതായത് അഹാന ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കുന്നു, ആ രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. അതായത് ഇതേപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ അമ്മ ഇങ്ങനെയൊക്കെയാണ് തെറി വിളിക്കുന്നത്. അവർക്ക് എങ്ങനെ 19 പൈസ 75-80 പൈസ അടുപ്പിച്ചുള്ള ഒരാളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കേണ്ട ഒരു ബേസിക് റെസ്പെക്റ്റ് ഇല്ലേ? റെസ്പെക്റ്റ് വേണ്ട, നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഇതേപോലെ തെറി വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പക്ഷേ വളരെ മോശമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റാണ്. അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലാന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഒരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂമാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സ്വന്തം മക്കളെ തന്നെ മൈൻഡ് ചെയ്യാണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ പുള്ളിക്കാരി ഇതേപോലെ പുള്ളിക്കാരുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഈ തൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കാനഡയിൽ നിന്ന് വന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടമുണ്ട്. കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് അവര് പറയുന്നത്. അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബെസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു പോയിന്റാണ്. അത് ഈ അമ്മച്ചി പറയുന്നൊരു പോയിന്റ്. അതായത് സ്വന്തം ഭർത്താവുമ്പോൾ ഭാര്യയും ഭർത്താവും നോർമലി ഒരു ദാമ്പത്യ ജീവിതത്തിൽ അടിപിടി ഉണ്ടാവും. അത് നോർമൽ കേസാണ്. അത് ബാക്കിയുള്ളവർ തലയിടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ഓ മൈ ഗോഡ്. അതായത് അപ്പൂപ്പന് വേണ്ടി സ്പെഷ്യൽ ഒരു ഫ്രൂട്ട്സ്, അതായത് ഒരു സ്വന്തം വീട്ടിൽ ഇവർ രണ്ടുപേരും അപ്പൂപ്പനും അമ്മൂമ്മയായിരിക്കും താമസിക്കുന്നത്. ആ വീട്ടിൽ അഹാന ഫ്രൂട്ട്സ് മേടിച്ചിട്ട് അപ്പൂപ്പന് മാത്രമേ കൊടുക്കാവുള്ളൂ, ആ ഫ്രൂട്ട്സിൽ നിന്ന് അമ്മൂമ്മയ്ക്ക് ഒന്നും എടുത്ത് കൊടുക്കാൻ പാടില്ലെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷേ അങ്ങനത്തെ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ല സമ്മതിച്ചു, ഇപ്പം നിങ്ങൾക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ലെന്ന് വെച്ചിട്ട് ഇമാതിരി ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പേഴ്സണലി തോന്നി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അഹാന പറയുന്നതിൽ എനിക്ക് പൊരുത്തക്കേട് തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി കുറച്ചും കൂടെ പറയുന്നതിലൊരു ന്യായമായിട്ടുള്ള കാര്യം ഈ തൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി പറയുന്നതിലെ കാര്യമുള്ളതെന്ന് തോന്നി. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒന്നുമില്ലാണ്ട് ചുമ്മാ ഈ ജോലിയും കളഞ്ഞ് കാനഡയിലുള്ള ജോലിയും കളഞ്ഞ് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട്. വാവ്, ബ്യൂട്ടിഫുൾ. അതായത് സ്വന്തം അമ്മയുടെ അമ്മേനെ തല്ലാൻ പോകുന്നു, കൊള്ളാം. അത് എന്തുമാത്രം ഏജ് ഡിഫറൻസ് ഉണ്ടാവും പുള്ളിക്കാരിക്ക്. അല്ല ശരി, നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ആ വീട്ടിൽ പോകണ്ട, നിങ്ങളെക്കുറിച്ച് തെറി വിളിക്കും, നിങ്ങളന്ന് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടം, നിങ്ങളുടെ ഗ്രാൻഡ് മദറിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്ന കാര്യം മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്. കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ വിളിച്ചു. യെസ്, ഇഷാനിയും ഹൻസികയും ഓസിയും അവരൊക്കെ ഭയങ്കര ഡീസൻറ്റ്. അവരൊന്നും ഈ അമ്മച്ചിക്ക് യാതൊരു പ്രശ്നമില്ല, അവർക്കൊന്നും അമ്മച്ചിയുടെ യാതൊരു പ്രശ്നം. അഹാനയാണ് ഏറ്റവും പ്രശ്നക്കാരി എന്നാണ് അമ്മച്ചി പറയുന്നത് ബേസിക്കലി. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി, എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ. മാപ്പ് പറഞ്ഞ് കല്യാണത്തിലൊക്കെ കൂടേണ്ട ആവശ്യമൊന്നും ഈ അമ്മച്ചിക്കൊന്നുമില്ല. അതൊക്കെ ഇച്ചിരി ഓവറാണ്. എന്തായാലും ഓരോരുത്തരുടെ തനിക്കുണം ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടണം. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് സ്വന്തം അമ്മയോടാണ്, അത് നിങ്ങളൊന്ന് ഓർക്കണം. അടിപൊളി. അതായത് ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു ഫാമിലി, അതായത് പാവപ്പെട്ട ഒരു ഫാമിലിയിലാണെങ്കിൽ ഓക്കെ, ഈ പൈസ ഇല്ലാഞ്ഞിട്ട് അവർ തുണി എടുക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇപ്പോൾ ഇതൊരു പൈസ ഇല്ലാത്ത ഫാമിലിയില്ല, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഓസി ആയിക്കോട്ടെ, അഹാന ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. ഈ പുള്ളിക്കാരി ആയിക്കോട്ടെ, പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതേപോലെ സ്വന്തം അമ്മ ഈ വയസ്സാം കാലത്ത് ഒരു സാരി, ഒരു ചുരിദാർ എടുത്തെന്ന് വെച്ച് പുള്ളിക്കാരിക്ക് 100 എണ്ണം മേടിക്കാനുള്ള ആസ്തിയുണ്ട് ഇപ്പോൾ പുള്ളിക്കാരിക്ക്. പക്ഷേ അതൊക്കെ ചെയ്യുന്നത് വളരെ ഒരു മോശമായ കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പരിപാടിയായി പോയി ചെയ്തത്. തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണി ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോയി. ഇത്രയ്ക്ക് ദാരിദ്ര്യത്തിലായിരുന്നു ഈ അമ്മച്ചി ജീവിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ താൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കാനഡയിൽ നിന്ന് വരുന്നത്. നല്ല അടിപൊളി ഫാമിലി. ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം
എനിക്ക് ഇത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ല. എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകുമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലിയൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ഇവനെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്ത്. അതേ ഉള്ളൂ വരി. ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും തോന്നിയ ഒറ്റൊരു കാര്യമുള്ളൂ. മറ്റേ അറബിയും ഒട്ടവും എന്ന് പറഞ്ഞൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്. അത് ഇതേപോലത്തെ മക്കളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്ന് പറയത്തില്ലേ, അതേപോലത്തെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് മൊത്തം കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്, ന്യായമായിട്ടുള്ള കാര്യമാണ് ഈ പുള്ളി അമ്മച്ചി ബേസിക്കലി പറയുന്നത് ഈ വീഡിയോയിൽ മൊത്തം. പക്ഷേ ഈ താൻവി എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിച്ചാലും പുള്ളിക്കാരി പറയുന്ന കാര്യമാണ് കുറച്ചും കൂടെ ലോജിക്കലി സ്പീക്കിംഗ് ഓക്കെ എന്ന് പറയുന്നത്. ഈ അഹാനയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക. അഹാനയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ അമ്മച്ചി ഇച്ചിരി പ്രശ്നക്കാരിയായിരിക്കും, അല്ലെന്ന് പറയുന്നില്ല, ചില പ്രശ്നക്കാരിയായിരിക്കും. പക്ഷേ ആ പ്രശ്നം പുള്ളിക്കാരി ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം ഇതേപോലെ തെറി വിളിക്കേണ്ട ആവശ്യം, ഇനി ഇടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ബേസിക്കലി. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.